എല്ലാ ഇന്റർവ്യൂവിലും പറയാം എല്ലാവരും ലുക്ക് ഉണ്ട്, മമ്മൂട്ടിനെ പോലെയുണ്ട്, അതുണ്ട്. നമുക്കിത് കേട്ട് 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 നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി വേണമല്ലോ. അപ്പം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തത് എല്ലാ ഇന്റർവ്യൂ പുള്ളിയുടെ പെങ്ങളുടെ മോനാണ് ഞാൻ. അദ്ദേഹത്തോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ. എന്ത് കട്ടിയാണ്? എന്തിനാ 24 മണിക്കൂർ എന്നോട് ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യം? എന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പാരമ്പര്യമായിരിക്കും. നിങ്ങളെ PR ആണെന്ന് വിളിക്കുക. എനിക്ക് വലിയ താല്പര്യം. സിനിമയുടേതായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ റെഡിയാണോ? പെൺകുട്ടികളായാലും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ചാൻസ് തരാം മറ്റേ ഇങ്ങനെ പറയുന്ന ഇപ്പൊ എല്ലാവരും ഓപ്പൺ ആയല്ലോ. എല്ലാവരും ഇപ്പൊ മീഡിയ വന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ട്. അങ്ങനെയൊന്നുമല്ല. ഞാൻ കാസ്റ്റിംഗ് പോയി അങ്ങനെ എന്ത് നമ്മൾ എന്നെ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല ആണുങ്ങൾക്കും ബാധകമാണിത്. ആണോ? ഒരു സ്ട്രഗിളും ഇല്ല. ഫ്രീ ആയിട്ട് ചുമ്മാ പോവുക, അഭിനയിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് പോരുക. അങ്ങനെയാണ് പരിപാടി. അതൊന്നും നല്ല പണിയെടുക്കേണ്ട കുഞ്ഞെ. പടത്തില് മരിച്ചില്ലേ, 100 ദിവസം ഷൂട്ടല്ലേ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഹലോ, നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസ്. നമ്മുടെ കൂടെയുള്ളത് ഹന്ന റജി കോശി ആൻഡ് അസ്കർ സൗദാൻ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹായ്, നമസ്കാരം. ഞാൻ അസ്കർ സൗദാൻ, ഹന്ന റജി കോശി. ഞങ്ങൾ ഈ പടത്തിൽ DNL RJ നിങ്ങളുടെ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ. നാരായണൻ, ലക്ഷ്മി നാരായണൻ എന്നാണ് എന്റെ കഥാപാത്രം. എന്റെ കഥാപാത്രത്തിന്റെ പേരൊന്ന് പറയട്ടെ, ഒരു മിനിറ്റ്. ലക്ഷ്മി നാരായണൻ എന്നാണ് എന്റെ. ഇത് ഹന്ന അലക്സാണ്ടർ. പടത്തിന്റെ പേര് ഹന്ന അലക്സാണ്ടർ ആണ്. അത് ഹന്ന എടുത്തല്ല, സ്ക്രിപ്റ്റ് റൈറ്റർ സന്തോഷ്. ഈ മാസം റിലീസ് 14-ാം തീയതി. ഇനി ദിവസങ്ങൾ അടുത്ത വെള്ളിയാഴ്ച. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. പറഞ്ഞോളൂ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? DNA മൂവി. യു സ്റ്റാർട്ട്, നായകൻ സ്റ്റാർട്ട്. DNA മൂവി എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ആണ്, നല്ല ആക്ഷൻ ഉണ്ട്. കാരണം ക്രൈം ത്രില്ലർ മൂവി, സസ്പെൻസ് മൂവി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഹന്ന നായികയാണോ, അന്ന വില്ലത്തിയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ നായകനാണോ, ഞാൻ വില്ലത്തിയാണോ, അല്ലെ റായലക്ഷ്മിയാണോ നായിക, അല്ലെ വില്ലത്തിയാണോ ഒന്നും നമുക്ക് പറയാം. ബാബുവിന്റെ സാറുണ്ട്. ഇത് വില്ലനാണോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ പെട്ട് നിൽക്കുന്ന സീന. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഫസ്റ്റ് ഷോയിൽ പൊളിയും. റിയൽ ലൈഫിലൊക്കെ പാവം എന്ന് പറയപ്പെടുന്നു. പാവം പറയപ്പെടുന്നു. എന്തോ ഡെന്റൽ ഡോക്ടറാന്നൊക്കെ പറഞ്ഞു വലിയ പേരൊക്കെ എടുത്തുണ്ട് പറയും. ഡെന്റൽ ഡോക്ടറാണ്. പിന്നെ ഞാൻ പല പ്രാവശ്യം ക്ലിനിക്കില്ല. ക്ലിനിക്കിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറയാറുണ്ട്. ക്ലിനിക്ക് തുടങ്ങും. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മള് സാറ് എനിക്കൊരു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ ഈ നടുക്ക് റായലക്ഷ്മി ഉണ്ടാകണമായിരുന്നു. അദ്ദേഹം റായ്ജി മിസ്സായി പോയതിന്റെ പേര് സങ്കടമുണ്ട്. ഞങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടി. ഓ, നിങ്ങൾ എടുത്ത്. അപ്പൊ ഞങ്ങളെ വിട്ട്. നിങ്ങളല്ലേ ഇതിനകത്തെ ലവിങ് കപ്പിൾസ് ഒന്നും സോങ് ഞങ്ങൾ ഈ കഥാപാത്രത്തില് ഈ ഹന്ന എന്നൊരു കഥാപാത്രമാണ് ലക്ഷ്മിയുടെ പുറകെ നടക്കുന്നത്. ഓക്കെ, അങ്ങനൊരു ഇതാണ്. അപ്പൊ ഹന്നയ്ക്ക് ഫേവറബിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തിയതാണ്. എനിക്ക് ഫേവർ ചെയ്യാൻ വേണ്ടി. അഷ്കറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. എന്റെ ക്യാരക്ടർ ലക്ഷ്മി നാരായണൻ എന്നാണ്. ഞാൻ RJ ആണ് ഇതില്. FM ഇതില് ചില പോലീസാകാം, പോസ്റ്ററായിട്ടില്ല, പോലീസായിട്ടിരിക്കുന്നത്. ചില പോലീസായിരിക്കാം, RJ ആയിരിക്കാം, വില്ലനായിരിക്കാം. ഒന്നും പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഒന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 14-ാം തീയതി പടം റിലീസാകുമ്പോൾ ഫസ്റ്റ് ഷോയിൽ എന്തായാലും പൊളിയും. എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ
പിന്നെ ഈ സിനിമയിൽ നമുക്ക് കുറെ കഥാപാത്രങ്ങളുണ്ട്. ഈവൻ ഒരു മൈന്യൂട്ട് റോൾ ചെയ്യുന്ന പോലും നോൺ ആർട്ടിസ്റ്റാണ്. ഫ്രഷേഴ്സിനെ കാണാൻ വളരെ കുറവായിരിക്കും അതിനകത്ത്. സോ ഐ തിങ്ക് ഫ്രഷേഴ്സിനെ അത് ചെയ്യാത്തതുകൊണ്ടല്ല, ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ടല്ല, കാരണം ഇതിൽ ആപ്റ്റായ ക്യാരക്ടർ കൊണ്ടാണ് എല്ലാ മെയിൻ ഇപ്പൊ ഒരു ചെറിയ റോളിന് വേണ്ടിയുമാണെങ്കിലും ഹി ഹാസ് കാസ്റ്റഡ് നോൺ ഫേസസ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടേതായ ഇമ്പാക്ട് അവിടെ പതിച്ചിട്ടുണ്ട്. ആൻഡ് തുടക്കം തൊട്ട് അവസാനം ആവുന്നതിനും വരെയും യു വിൽ നോട്ട് ജഡ്ജ്, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരാണ് കൾപ്രിറ്റ് എന്നോ ഒന്നും നമുക്ക് തോന്നിക്കത്തില്ല. എല്ലാവരും നമുക്ക് സസ്പീഷനാണ്, ഇവരാണോ എന്നുള്ളത്. സോ അങ്ങനെ അതാണല്ലോ സസ്പെൻസ് പടം, അല്ലെ ക്രൈം ത്രില്ലർ. സസ്പെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ആരാണ്, എന്താണ് ഇതിന്റെ മെയിൻ. പോസ്റ്ററിൽ കാണുമ്പോൾ ബാബുവിനെ ചേട്ടനൊക്കെ ഉണ്ട്, ലുക്സ് വെരി നൈസ്. വേറൊരു പോലീസ് വേഷത്തിൽ ആക്ഷൻ ഒക്കെ ചെയ്യുന്ന നല്ല 6 ഫൈറ്റ് ഉണ്ട് നമ്മുടെ ഇവിടത്തിൽ DNA-ല്. അതും 5 മാസ്റ്റേഴ്സ് ചെയ്തതാണ്. സ്റ്റണ്ട് സിൽവ, കനൽക്കണ്ണൻ മാസ്റ്റർ, പഴരാജ്, രണ്ട്. അത് കണ്ടിട്ട് പറയണം അല്ലേ? എല്ലാ സസ്പെൻസ്, എല്ലാ രഹസ്യമാണ്. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഫൈറ്റ് ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, സിനിമയില് ഒരു ഫൈറ്റ് ഉണ്ട്. ഉണ്ടോ? ഒരു ചെറിയ ഫൈറ്റ്. അഷ്കറിനെ റിയാസ് ഖാൻ ഇപ്പൊ ഹിറ്റായിട്ട് നിൽക്കുകയാണല്ലോ, അതേ ഈ സിനിമയിലുണ്ടല്ലോ. അത് രഹസ്യമായിട്ട് വെച്ചേക്കാം. പോസ്റ്ററിൽ റിയാസ് ഖാൻ ഫോട്ടോ വെക്കാത്തതുകൊണ്ടല്ലോ എല്ലാരും ടെൻഷൻ. റിയാസ് ഖാൻ ഒരു സസ്പെൻസ് ക്യാരക്ടറാണ്, അടിച്ച് കേറി വാടാ, അതല്ലേ റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാൻ ഇതിൽ ഒരു വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. റിയാസ് ഖാൻ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല, ഇതിപ്പോ ഇത് ഇന്റർവ്യൂല് വന്നല്ലോ, പിന്നെ സസ്പെൻസ് അല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. ഇന്റർവ്യൂ ആയിട്ടല്ല. യു കനോട്ട് ജഡ്ജ് വെദർ ഹി ഈസ് എ ഗുഡ് ഗായ് ഓർ ദി ബാഡ് ഗായ്. ഓക്കേ, യു കനോട്ട് ജഡ്ജ്, അതേ പറയുന്നുള്ളൂ. യു കാൻ ജഡ്ജ്. ഇതിനകത്ത് ആരെ ഗുഡ്, റിയാസ് ഖാൻ ഉണ്ട്, നമ്മുടെ ട്രാക്ലോ സുധീഷ്, ഒരുപാട് പേര്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ. നമ്മുടെ ഈ സിനിമയ്ക്ക് DNA എന്ന് പേര് വരാനുള്ള കാരണം എന്തായിരിക്കും? അതെനിക്കറിയത്തില്ല. യു ഹാവ് ടു ആസ്ക് ഹിം ഓർ ടി എസ് സുരേഷ് സാർ, AK സർ. വൈ DNA? AK സന്തോഷ് സാറാണ് ടൈറ്റിൽ. കാരണം ബ്ലഡ് റിലേഷനിൽ ഒരു പരിപാടിയാണ് ഇതില്. അതാണ് everything related to crime, blood, murder എല്ലാം. I think finally ബ്ലഡ് റിലേറ്റഡ്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. സിനാരിയോയിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് DNA അല്ലേ? ഐ മീൻ ടെക്നോളജി അഡ്വാൻസ് ചെയ്തു, മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ് ചെയ്തു, ക്രൈം കണ്ടുപിടിക്കാൻ ഇപ്പൊ എളുപ്പമാണ്. ജസ്റ്റ് ഒരു സ്ട്രാൻഡ് ഓഫ് ഹെയർ മതി കണ്ടുപിടിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ മൂവി റിവോൾവ്സ് അറൗണ്ട് ക്രൈം ആൻഡ് മർഡേഴ്സ്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ജേർണിയാണ് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട്. സോ ആ ഒരു ഇതിനകത്ത് ഐ തിങ്ക് DNA is very much apt. അതിൽ മെയിനായിട്ട് ഇതിൽ നിൽക്കുന്ന റായ് ലക്ഷ്മി, അവരെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. റായ്ജി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞായിരുന്നു, DNA കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും DNA ഈ സിനിമ പതിയണം. ചുമ്മാ ഇതിൽ മാസ്ക് വെച്ചിരിക്കുന്നതാണോ റിയാസ് ഖാന്റെ ക്യാരക്ടർ? നോ, യു വോണ്ട് ടെൽ whether it's റിയാസ്. എവിടെ റിയാസ് ഖാനാണ്? ചിലപ്പോൾ ഞാനായിരിക്കും. അഷ്കറിന്റെ ഹന്നല്ല. നോ, you can't judge. ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ആണോ? ഇതിപ്പോ സുരേഷ് ബാബു സാറിന്റെ ഒരു കംബാക്ക് ആണല്ലേ? കംബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇത് ഫ്രീ ആയിട്ട് ചെയ്തൊരു വലിയൊരു പടമാണ്. കംബാക്ക് തിരിച്ചു വരുമെന്ന് ആർക്കും തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അദ്ദേഹം വലിയ പടങ്ങൾ ചെയ്ത് കോട്ടയം കുന്നിച്ചു കുറെ നാളെ നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയായിരിക്കാം, അല്ലെ എന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം വെയിറ്റ് ചെയ്ത്. അങ്ങനെയല്ലേ? അതെ, അഷ്കറിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കാം. അങ്ങനെയൊന്നുമില്ല. TS സുരേഷ് ബാബു സാറ് വന്നൊരു നല്ലൊരു പടം. റീ എൻട്രി എന്നില്ലല്ലോ, നമ്മൾ എൻട്രി മാത്രമല്ലോ, എൻട്രി പിന്നെ സക്സസ്. ഒരു നോർമൽ സിനിമ ചെയ്യുന്ന പോലെയല്ല, ഒരു ക്രൈം ത്രില്ലർ ചെയ്യുന്ന സമയത്ത് അപ്പൊ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയാ? നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഒരു സ്ട്രഗിളും ഇല്ല. ഫ്രീ ആയിട്ട് ചുമ്മാ പോവുക, അഭിനയിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് പോരുക, അങ്ങനെയാണ് പരിപാടി. അതൊന്നും നല്ല പണിയെടുക്കേണ്ട കുഞ്ഞെ. പടത്തില് മരിച്ചില്ലേ, 100 ദിവസം ഷൂട്ടല്ലേ, ഫൈറ്റ് കാര്യങ്ങൾ, അത് ഇത് എല്ലാവരും ഈവൻ എല്ലാവരും ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാർ. ലാസ്റ്റ് കണ്ടതിനേക്കാളും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഈ സിനിമയാണോ കാരണം? അതൊന്നുമല്ല. എന്താണ് കാരണം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഐ തിങ്ക് ഐ ആം ഡയറ്റിംഗ് അല്ലേ? ഡയറ്റിംഗ് അല്ല, ഞാൻ ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കും. ഭയങ്കര ഹാർഡ് വർക്കാണ് ആ പടത്തില്. 30-35 ഡേയ്സ് കണ്ടിന്യൂ ഷൂട്ട് ഉണ്ടായിരുന്നു. തന്നെയാണ് ഹീറോയിൻ. മേ ബി വർക്ക് ലോഡ് കൂടി. ഇപ്പം എനിക്ക് എന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ മാറി, അതുകൊണ്ടായിരിക്കണം കുറച്ചൊന്ന് ക്ഷീണിച്ചത്. റായ് ലക്ഷ്മി മാം, ബാബു ഉണ്ണി സർ, പിന്നെ നമ്മുടെ അജു വർഗീസ്, അങ്ങനെ കുറെ ആക്ടേഴ്സിന്റെ ഒപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്തല്ലോ. റായ് മാമിന്റെ കൂട്ടത്തിലൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഗുഡ്. ഞാൻ നേരത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ റോക്ക് ആൻഡ് റോളിലെ പാടുന്നുണ്ടോ? എല്ലാ ഇന്റർവ്യൂലും പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞ അന്നേരം അതൊക്കെ കാണാൻ ഭയങ്കര, ആ പാട്ടും ഇഷ്ടമായിരുന്നു, ആ സീൻസും ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി അന്ന് കണ്ടോണ്ടിരുന്ന ആ പാട്ടൊക്കെ. പക്ഷെ ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല ഭാവിയിൽ ഒരു സമയത്ത്
എനിക്ക് റായ് മാമിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഓർക്കുന്നില്ല, യു കാൻ പ്രിഡിക്റ്റ്. സോ വൺ ഡേ വെൻ ഇറ്റ് ഹാപ്പൻഡ് ഐ എം ഹാപ്പി. പിന്നെ ഐ തിങ്ക് അഷ്കർ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് സൗകാർപേട്ടയിൽ. ഞാൻ സൗകാർപേട്ടയിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് റായലക്ഷ്മി. അപ്പം റായലക്ഷ്മിയോടെ ഞാൻ വില്ലനായിരുന്നു ആ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ റായലക്ഷ്മിയോടെ കൊല്ലുന്നുണ്ട് ആ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് റായലക്ഷ്മി പ്രേതമായിട്ട് തന്നെ വന്ന് കൊല്ലുന്നുണ്ട് ആ പടത്തിൽ. അത് ആ ലുക്കൊക്കെ വേറെ, നമ്മൾ ക്ലീൻ ഷേവ് വെച്ചത് വേറെ. ഇപ്പൊ നിങ്ങളെ പോലെ ലെൻസൊക്കെ വെച്ചിട്ട് ഒറിജിനൽ ആണ്, സോറി അത് ഒറിജിനൽ. അപ്പൊ ലെൻസൊക്കെ വെച്ചിട്ടാണ് സേട്ട് ക്യാരക്ടറായിരുന്നു. അതിനുശേഷം DNA-ൽ റായിജയോട് അഭിനയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നല്ല നല്ല ക്യാരക്ടറാണ്. നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ നല്ല വൈബ് ഉണ്ട്. ഞങ്ങൾക്ക് കുറെ പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഈ അഷ്കറിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഫീൽ ചെയ്ത കാര്യം എന്തായിരുന്നു? ഫീൽ ചെയ്ത കാര്യമോ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പോലെ, ഇപ്പൊ നിങ്ങൾ എല്ലാരും വന്നപ്പോഴും ഓരോന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ? ഫസ്റ്റ് കാണുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളെല്ലാരും ആരാധിക്കുന്ന മമ്മൂട്ടി സാർ, മമ്മൂക്കയുടെ ഫേസ് കട്ട്, പിന്നെ സൗണ്ട്, ബാസ്നെസ്. ഐ തിങ്ക് ഈസ് കൈൻഡ് ഓഫ് അദ്ദേഹത്തിന്റെ ഒരു സെറാസ്കോപ്പി. എല്ലാരും അങ്ങനെയാണ് പറയാറ്. എനിക്കും അങ്ങനെ തോന്നി, കണ്ടപ്പോ അങ്ങനെ തോന്നിയത്. ലൈക്ക് മമ്മൂട്ടിയുടെ അതേ ലുക്ക്, സംസാരം, കോപ്പി അല്ലേ? ഇതിപ്പോ എല്ലാരും ഈ ലുക്ക് ഇപ്പൊ എല്ലാ ഇന്റർവ്യൂലും പറയാം. എല്ലാരും ലുക്ക് ഉണ്ട്, മമ്മൂട്ടിനെ പോലെ ഉണ്ട്, അതുണ്ട്. നമുക്കിത് കേട്ട് കേട്ട് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി വേണമല്ലോ. ഞാൻ പോസിറ്റീവായിട്ട് എടുത്ത എല്ലാ ഇന്റർവ്യൂലും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ചായ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ പെങ്ങളുടെ മോനാണ് ഞാൻ. ഒത്തിരി നമ്മൾ ആ ഒരു വ്യക്തിനെ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? ടോക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കൊരു ഐഡന്റിറ്റി. അത് എനിക്ക് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് ദേഷ്യം വരത്തില്ല എപ്പോഴും. അതായത് ഹന്നെ കൂടെ ഇരുന്ന് ഹന്നെ വരെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകത്തില്ല. എപ്പോഴും അത് അങ്ങനെ നമ്മൾ ഒരാൾ പോലെ ഇരിക്കുന്നു, ഇയാളെ പോലെ 24 മണി നമുക്ക് കേൾക്കുന്നത് നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഇല്ല, ഇത്ര ഇന്റർവ്യൂസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. അത് എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നുന്നത്. കാരണം നമുക്ക് അന്നെ കൂടെ ഇരിക്കുമ്പോൾ അന്നയ്ക്ക് തന്നെ അറിയാം. നമ്മൾ എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും, മറ്റുള്ളവർ പറയുമ്പോൾ മോശം. എന്ത് ഇന്റർവ്യൂ ആണെങ്കിലും എന്താണേലും ഓക്കെ. എപ്പോഴും ഒരാളെ തമാശ പറയാം, എന്റെ ആളെ പോലെ ഇരിക്കുന്നു, അല്ലെ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു, അമ്മൂമ്മനെ പോലെ ഇരിക്കുന്നു, നമുക്ക് 24 നമ്മള് അത് മോശം. പലരും പറയട്ടെ, ഓക്കെ. എന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്റെ എപ്പോഴും തന്നെ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നു, മമ്മൂട്ടിനെ പോലെ വോയിസ് എന്റെ ഫാദറിന്റെ വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വോയിസ് ആണ് എന്റെ വോയിസ്. അത് മോശമല്ലേ? എപ്പോഴും 24 മണിക്കൂർ ഇത് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാകത്തില്ലേ? എന്ത് അത് കാണിക്കോട്ടെ, ഓക്കെ. എന്തായാലും നമ്മൾ എന്തായിക്കോട്ടെ, എപ്പോഴും നമ്മൾ ഒരാളെ പറ്റി പറയാം. എന്ത് ലീവ് എടുത്ത ടോപ്പിക് ഉണ്ടാരോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ചില കാര്യങ്ങൾ. നമുക്ക് ഒരു ഇന്റർവ്യൂ ആയിരിക്കും മര്യാദ. ആരെന്ത് പറഞ്ഞു എപ്പോഴും എല്ലാവരും ചെറുതായിട്ടല്ലേ പറയുന്നത്. ഇപ്പോഴും 24 മണിക്കൂർ ഒരാളെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു, നിങ്ങൾ അങ്ങനെ നടന്നു. അപ്പൊ നമ്മൾ ചെയ്യണ ഹാർഡ് വർക്കിനൊന്നും ഒരു പ്രയോജനമില്ലേ? മോശം. എന്തായാലും അല്ലല്ല മോശമായി. എനിക്കത് വലിയ താല്പര്യമില്ല. മോനെ ആ PR അവരെ വിളിക്കുക. എനിക്ക് വലിയ താല്പര്യമില്ല ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ എന്താണെങ്കിലും കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ മര്യാദ. നമ്മുടെ DNA-യുടെ ഇന്റർവ്യൂ ഇരിക്കുകയല്ലേ, മമ്മൂട്ടിനെ പ്രൊമോട്ട് ചെയ്യാനാണ്, അഷ്കർ സുഹാനെ പ്രൊമോട്ട് ചെയ്യാനാണ്. അഷ്കർ സുഹാനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു മിനിറ്റ് വീൽ സ്റ്റാർട്ട് ആക്കി നമുക്ക് അന്നേരം തൊട്ട് ആ ചോദ്യം കട്ട് ചെയ്ത് അത് കട്ട് ചെയ്തിട്ട് മതി. ദിസ് ഇസ് നോട്ട് ഫെയർ അഷ്കർ, ദിസ് ഇസ് നോട്ട് ഫെയർ. കട്ട് ചെയ്യണം ഇതൊന്ന്. എന്ത് കട്ടിയാണ്? എന്തിനാ 24 മണിക്കൂർ എന്നോട് ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യം? എന്റെ സൗണ്ട് എന്ന് പറയാൻ എന്റെ പാരമ്പര്യമായിരിക്കല്ലോ തന്നു തന്നേരം. മോശമാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ എവിടെ ചോദിച്ചു അത് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ DNA-യുടെ പ്രൊമോഷൻ അല്ല എന്റെ സൗണ്ട് മമ്മൂട്ടിയെ പോലെ ഇരിക്കും, അതല്ലല്ലോ ഒരു ചർച്ച. അല്ലെ ഞാൻ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്ന ചർച്ച അതല്ലല്ലോ. ആരും എന്റെ മുഖം തോന്നണ എനിക്ക്. നിങ്ങളെ PR എന്ന് വിളിക്കുക, എനിക്ക് വലിയ താല്പര്യം.
ഇനി സെറ്റാക്കാം. ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഞാൻ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഹീസ് ടേക്കിംഗ് വെരി സീരിയസ്ലി. ഇതിപ്പോ നിങ്ങളെ പ്രോഗ്രാം നമ്മൾ ഒരു ഇത് പോകുമ്പോൾ നമ്മുടെ DNA പറ്റിയല്ലേ പറയണത്. നമ്മളെ പോലെ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അതിനെ പറ്റി നമ്മൾ റീസൺ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ നമുക്ക് ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാം? നമുക്ക് ഏതായാലും കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് DNA ഇന്റർവ്യൂ ഇരിക്കുമല്ലോ. അപ്പോൾ DNA ആയാലും ഇപ്പം ഹന്നനെ പോലെ ഒരാൾക്ക് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഹന്ന വലിയ ആർട്ടിസ്റ്റാണ്, അവർക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. ഞാൻ ചുമ്മാ പെട്ടെന്ന് ഫീൽ ചെയ്യില്ലേ, നമ്മൾ പടം റിലീസാകാൻ നിൽക്കില്ല. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടിനെ പോലെ ഇരിക്കും മോഹൻലാൽ. അത് സത്യമായ കാര്യമാണ്, അതുകൊണ്ട് ഹന്ന പറഞ്ഞത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നത് എന്നെ പറയാതിരിക്കാൻ പറ്റും. എൻ്റെ അമ്മാവനല്ലേ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. എല്ലാം ഉണ്ട്. ഞാൻ ചുമ്മാ തമാശ കടിച്ച താങ്കർന്നോ? അവർക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഒരു ഫ്രാങ്ക് സത്യം അല്ല. പിന്നെ ആനന്ദിനെ കൂടെ കാര്യം സത്യമായ കാര്യമല്ലേ അല്ലേ? സത്യമായ കാര്യമല്ലേ? സത്യമായ കാര്യമല്ലേ പറഞ്ഞത്. മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നു, മമ്മൂട്ടി സിസ്റ്ററിന്റെ മോനായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് എല്ലാവരും അല്ലേ? മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നു, മമ്മൂക്കയെ പോലെ ഇരിക്കുന്നു പറയുമ്പോ കേൾക്കുന്ന ആ ഒരു ഫീലിംഗ് എന്താ? സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മുടെ അമ്മാവനെ പോലെ ഇരിക്കുന്നു, അല്ലെ നമ്മൾ ഇത്ര വലിയൊരു ആർട്ടിസ്റ്റായ അദ്ദേഹത്തെ പോലെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ആ ഒരു സൗന്ദര്യം കിട്ടി, ചെറുതായ സൗന്ദര്യം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമല്ലേ? പിന്നെ അത് ഹാർഡ് വർക്കും കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹത്തെ പോലെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ്. ഞാൻ പാടുപെടും. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത്, അത്ര സീരിയസ് ആക്കി നല്ല പാടും. അന്ന പാടും. ഒന്ന് പാടി, ഒരു പാട്ട് പാടി. പാടുന്നില്ല, അഷ്കർ പാടട്ടെ എനിക്ക് വേണ്ടി. ഓക്കെ, എന്നെ വിഷമിപ്പിച്ചേനെ, എന്നെ ടെൻഷൻ അടിച്ചേനെ. ഈവൻ ഷീ ഓൾസോ ഗോട്ട് ടെൻസ്ഡ്. ഞാനൊരു തമാശ പ്രാന്ത് പിടിക്കാൻ പറഞ്ഞേ. ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ അന്ന പിടിച്ചോ. ലവ് സോങ് ആയിക്കോട്ടെ അല്ലേ? എന്നെ നോക്കി പാടും. അഭിനയിക്കും. നീ കാണുമോ തേങ്ങുമെൻ ഉൾക്കടൽ, സഖി നീ അറിയുമോ വിങ്ങുമീ ഗദ്ഗദം, വെറുതെ എന്നാലും ഓർമ്മ വന്നെൻ മിഴി നിറഞ്ഞു, മിണ്ടുവാൻ കൊതിയുമായി കരൽ പിടൻ, എൻ വാക്കുകൾ വാടി വീണ പൂക്കളായി. ഇത് മറ്റേ പരത്തി നമ്മള് പറയത്തില്ലേ, സുഖമാണോ എന്തുണ്ട് വിഷയം, അതുപോലെ ഉണ്ട്. കണ്ണുനീര് നിറഞ്ഞത് ആരുടെയാണ്? അല്ല, ആക്ച്വലി അതിന് സോറി പറഞ്ഞ പോലെ ഉണ്ട് ആ പാട്ട് അല്ലേ? സോറി പറഞ്ഞു, അതാ ഉദ്ദേശിച്ചിട്ടില്ല. കോംപ്രമൈസിലെത്തി, എല്ലാം കോംപ്രമൈസ് ആയി. വഴക്കൊന്നുമില്ല. അടുത്തിട്ട് എന്നെ പ്രാങ്ക് ചെയ്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, സെറ്റിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? സെറ്റില് അൺയൂഷ്വൽ. എന്റെ അടുത്ത് അങ്ങനെ ചൂടാവല്ല, പെട്ടെന്ന് ചൂടായപ്പോ എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം പണി വരുന്നുണ്ട്, പണി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരുമിച്ചൊരു പണി കൊടുത്താലോ? ഞാൻ പോവും, കുറച്ച് കഴിഞ്ഞ് ഞാൻ പോവാ. അങ്ങനെ എന്തായാലും സന്തോഷം. ഞാൻ ചുമ്മാ വട്ട് കാണിച്ച ഈ പടമില്ലേ, നമ്മൾ ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ ഫേവറേറ്റ് ആണ്. പക്ഷേ DNA എന്ന് പറയുന്ന പടം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നതിന്റെ ഒരു റീസൺ പറയാൻ പറ്റും? അറിയോ, DNA എന്റെ എന്താ പറയാ, എന്റെ ലൈഫാണെന്ന് പറയാം. എൻ്റെ ജീവിതമാണ്. കാരണം എനിക്ക് ഈ ലൈഫ് തന്നത് എൻ്റെ പ്രൊഡ്യൂസറാണ്, KV അബ്ദുൽ നാസർ സാറാണ് ഈ ഒരു ലൈഫ് തന്നത്. എൻ്റെ ബോസാണ്, ബോസ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ എന്നോട് പറഞ്ഞതാണ്, ബോസ് പറഞ്ഞാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞ്. ഞാനാണ് TS സുരേഷ് ബാബു സാറിന് പോയി അപ്രോച്ച് ചെയ്യുന്നത്. ഒരു സ്ക്രിപ്റ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ തരാം, എല്ലാം ഞാൻ ചെയ്യാൻ, ഞാൻ അഷ്കറിനെ ഹീറോ ആക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ കൂടെ എന്ത് വേണം, അത്രയും വലിയൊരു ഡയറക്ടർ എന്നെ ഹീറോ ആക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഞാൻ വേറൊരു ലെവലിലെത്തി. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതിനിടെ AK സന്തോഷ് സാറ് സ്ക്രിപ്റ്റ് വന്നു,
രവിചന്ദ്രൻ സാർ ക്യാമറ ചെയ്യുന്നു, ജോൺ കുട്ടി എഡിറ്റർ, അങ്ങനെ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റായലക്ഷ്മി ഹീറോയിന്, റായലക്ഷ്മി ഇവിടെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു, ബാബുരൻ സാർ വരുന്നു, അത് വരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റ് വരുന്നു, ഹന്ന വരുന്നു. അപ്പം അങ്ങനെ വലിയൊരു സംഭവത്തിൽ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പം ഒരു സിനിമയുടെ ഒപ്പം എത്ര നാള് യാത്ര ചെയ്തു? ഒരു 4 വർഷമായി കാണും. 4 വർഷം. അത്രയും നാളെ ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. ഡെഡിക്കേറ്റ്. എൻ്റെ ഇപ്പോൾ ഡയറക്ടറും ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഡയറക്ടറും ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ആയിട്ട്. ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിനാണ് ഏറ്റവും. ഞാൻ വെരി റീസെന്റ് എൻട്രി ആണ്. അതായത് ഐ തിങ്ക് എക്സാക്ട്ലി ജോയിൻ ചെയ്ത ഡേറ്റ് April 11th ആണ്. ഈ പ്രോജക്റ്റ് ജോയിൻ ചെയ്തു ഞാൻ. He only casted me. ഞാൻ കാസ്റ്റ് ചെയ്യുന്ന അങ്ങനെയല്ലേ, He pitched my name and then that's how I got casted. So he അപ്പോ got my name. അസ്കർ ഇതില് തുടക്കം മുതലുണ്ടല്ലോ. അപ്പൊ ഹന്നേനെ ഇതിലേക്ക് വിളിക്കുമ്പം നമുക്ക് ഇന്ന റീസൺസ് കൊണ്ട് ഹന്ന ഇതിന് സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണ്? അങ്ങനെയല്ല, നല്ലൊരു നായിക വേണം, ഇങ്ങനെ ക്യാരക്ടർ ചെയ്യണം, ഒരു ക്യാരക്ടർ വേണം. അപ്പം എന്നോട് ഡയറക്ടറാണ് പ്രൊഡ്യൂസറെ സജസ്റ്റ് ചെയ്ത് ആരാ She's a tomboyish type. Hannah Alexander is a very tomboyish. അങ്ങനെ ഒരു ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ഫോട്ടോസ് അയച്ചു കൊടുത്തു, സെലക്ട്. ടോം ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടുന്നതാണ് മലയാള സിനിമയിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ടു മച്ച് ഓഫ് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ഫെമിനിൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഹന്ന മറ്റേതിൽ ഇറങ്ങിയിട്ടില്ല, ഞാൻ പ്രാങ്ക് ചെയ്തതിന്റെ ഇറങ്ങിയിട്ടില്ല, ആ ഫീലിങ്സ് ഇരിക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ ഉത്തരം പറഞ്ഞിട്ടിരിക്കല്ലേ, ഭയങ്കര ഇതായി ഡള്ളായി, ഭയങ്കര സീരിയസ് ആണ്. ഡള്ളായി അല്ലേ? ഓക്കെ, ഇപ്പോഴോ ഭയങ്കര ഡള്ളായി. ഇളക്കട്ടെ കിടക്കട്ടെ ഇളക്കട്ടെ. ഫൈൻ. സി, ഞാൻ ടോം ബോയ്സ് ഉദ്ദേശിച്ചത് ഐ എം കൈൻഡ് ഓഫ് വെരി കുറച്ചും കൂടെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അൺലൈക്ക് ഈ പറഞ്ഞ കുറച്ച് സൈലന്റ് ആയിട്ട് സട്ടിൽ ആയിട്ട് ഒതുങ്ങിയിരിക്കുക അങ്ങനത്തെ ടൈപ്പ് അല്ല. ഇപ്പോഴും ചാടി നടക്കുക. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ലിറ്റിൽ ബിറ്റ് മോർ ലൗഡ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ടോം ബോയ്സിനെ വിളിക്കുന്നത്. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പടത്തിൽ, ഫിലിമിൽ അല്ലേ? റിയൽ ലൈഫ് ഐ എം ചൈൽഡിഷ് ഓൾസോ, ഫൺ ടൈപ്പ് ഓൾസോ. സ്വപ്നത്തിൽ മാത്രം ചൈൽഡിഷ്. റായലക്ഷ്മി മാമിനെ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മളിപ്പോ ഇതിനകത്ത് മെയിൻ ലീഡ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും പുള്ളിക്കാരത്തെ എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചു. ഒരു 6 വർഷം എന്ന് പറഞ്ഞു. 6 വർഷത്തിൽ 3 വർഷം കൊറോണയിൽ കട്ട് ചെയ്യാൻ 3 വർഷത്തിന് ശേഷം വന്നു. അപ്പോ മാം തന്നെ ആ ഒരു വേഷം ചെയ്താൽ നന്നായിരിക്കുമെന്ന് ആ ഒരു ഡിസ്കഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ കൂട്ടത്തിൽ ആദ്യം മുതൽ എല്ലാ ആളെന്നുള്ളത് എനിക്ക് അറിയാമല്ലോ. മറ്റേ ആളാവോ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്നത്, കാസ്റ്റിംഗ് ഡയറക്ടർ. അത് തെറ്റാണോ? അയ്യോ സോറി, അത് കട്ട് ചെയ്യണേ, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അതെന്താണ്? മോശമായ വാക്കാണോ? കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞു ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഇത് അല്ലാതെ വേറെ ഒന്നും തെറ്റാണല്ലേ? ഒരിക്കലും ഇല്ല, ഞാൻ കാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല, സജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ കാസ്റ്റിംഗ് കോച്ച് വണ്ടി പിടിച്ച് പോലെ ഞാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അന്യഭാഷയുടെ ടീമിൽ നിന്നൊക്കെ. ലൈക്ക് ഇങ്ങനെ ചോദിക്കുന്നത് സിനിമയുടേതായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ റെഡിയാണോ? സിനിമയിൽ വിട്ടുവീഴ്ച അതിന്റെ ആവശ്യമില്ലല്ലോ. I'm like, if I സിനിമയിൽ വിട്ടുവീഴ്ച trust my acting, if they feel that I'm a good actor, cast me. ഇല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല സിനിമ. I believe in my കഴിവ് or talent. That's all. അത്രേ ഉള്ളൂ. കഴിവുള്ള ഒരു സിനിമ പോവിടന്ന് ഞാൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി ഹിന്ദിയിൽ ഞാൻ പോയിട്ടില്ല, അങ്ങനെ അതെ അതെ അങ്ങനെയൊന്നുമില്ല. ഞാൻ കാസ്റ്റിംഗ് കോച്ച് അങ്ങനെ എന്ത് നമ്മൾ എന്നെ എന്ത് ചെയ്യാനാണ്? അല്ല, അത് തെറ്റായിട്ടുള്ള ധാരണ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെ ഞാൻ അവിടുത്തെ കാസ്റ്റിംഗ് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ ഫേസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഓപ്പൺ ആയിട്ട്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ഓപ്പൺ ആയി, ഞങ്ങൾ പറ്റത്തില്ല, ചാൻസ് തരാം, മറ്റേ ഒന്ന് ഇങ്ങനെ അങ്ങനെ പറയുന്ന ഇപ്പൊ എല്ലാവരും ഓപ്പൺ ആയല്ലോ. എല്ലാവരും ഇപ്പൊ മീഡിയ വന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടോ. അതും പേടിയായി തുടങ്ങിയെന്നല്ലേ ഞാൻ എല്ലാവരും ഇൻഡിപെൻഡന്റ്, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പണ്ട് ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ പഴയ കാലങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്നല്ലാതെ നമുക്കിപ്പോൾ അറിയത്തില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ ചാൻസ് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും. മാത്രമല്ല ആണുങ്ങൾക്കും ബാധകമാണിത്. ആണോ? They also are victims. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ. See, but the thing is now media, mass media അതിന്റെ ഇതുകൊണ്ട് മാത്രമല്ല, we have now ഇപ്പം ഞാൻ എല്ലാവരും പറയും സിനിമയിൽ ഇങ്ങനെ ഒരു മോശം പ്രവണതയുണ്ട്, പെൺകുട്ടികൾ ഇങ്ങനെ എല്ലാ മേഖലയും എല്ലാവരും ജോലി ചെയ്യുന്നതല്ല, പലർക്കും പല മോശമായ അനുഭവങ്ങളുണ്ടാവും.
പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ നാടുകൾ ഇല്ലെന്ന് വിചാരിക്കുന്നു. സിനിമ മലയാള സിനിമയിലോ ഇല്ലെന്ന് വിചാരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ആർക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മോശമായിട്ട് ചെയ്യേണ്ട എന്ത് കാര്യം അതൊന്നും ഇല്ല. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് കഴിവുണ്ടോ അവർ അഭിനയിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന എന്തെങ്കിലും പാടില്ലാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പം ഒരു ടാസ്ക് തരാൻ പോവാണേ. അസ്കർ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണം. അല്ല, അതുകൊണ്ടാണ് ഹന്ന ഇംപ്രസ് ചെയ്യണം. ആള് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കാണ്. അപ്പൊ ചെല്ലുക, ഭയങ്കര ലവ്ലി ആയിട്ട് പെരുമാറുക, ആളെ കൊണ്ട് സംസാരിപ്പിക്കുക, പഴയ വൈബ് തിരിച്ചു പിടിക്കുക. സീരിയസ് ആയിട്ടിരിക്കണം. വാത്സല്യത്തിന് മുമ്പ് ഞാൻ സീരിയസ് ആകട്ടെ, ഒരു മിനിറ്റ് ഞാൻ താഴത്തേക്ക് നോക്കിട്ട് വരാം. താഴത്തോട്ട് നോക്കിയല്ല, ക്യാമറയിൽ പതിയണം. ഓക്കെ, കൗണ്ട് ഡൗൺ. 3, 2, 1 ഗോ. ഹായ്, മസിലൊക്കെ ഇട എന്താ ഇങ്ങനെ ചാട കാണിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, സിനിമയുടെ പ്രൊമോഷൻ അറിയാലോ, അതിനല്ലേ വന്ന DNA. ചിരിക്കട അന്നേരം കാണാൻ ഭംഗിയുണ്ടാവും. ഞങ്ങള് വേറെ വൈബാ. അങ്ങനെയല്ല, ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് കൊണ്ടായി പോയേ. ചിരിച്ചു. ഓക്കെ, എന്തായാലും പറഞ്ഞ ടാസ്കിൽ കൂടി അല്ലെങ്കിൽ ചിരിച്ചു. ആക്ച്വലി ഞാനല്ല ചിരിപ്പിച്ചേ, ഞാനാ ചിരിപ്പിച്ചല്ലേ. അപ്പൊ ഞാൻ അടുത്ത ടാസ്ക് ആണ്. കുറച്ച് ഇംഗ്ലീഷില് കുറച്ച് പേരുകൾ പറയും, സിനിമയുടെ പേരാണ്. അപ്പൊ അത് നിങ്ങൾ മലയാളത്തിൽ ആ സിനിമ ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കട്ടെ, എനിക്ക് ഈ കളിയൊന്നും അറിയത്തില്ല. ഒരുമിച്ച് ഞങ്ങളുടെ ടീമല്ലേ? അപ്പുറത്ത് കുറച്ച് ടീമുണ്ട്, അപ്പുറത്ത് കുറച്ച് പേര്, 4-5 പേര്. ലൈറ്റ്, പ്രാങ്ക് ചെയ്തേ. ലൈറ്റ്, വെളിച്ചം, വെട്ടം. ഓ, കൺഗ്രാറ്റുലേഷൻസ്. പിക്ചർ പറയരുത്. ഞാൻ പറയും, എനിക്ക് രഹസ്യം കിട്ടി. ചിത്രം. ആര് പറഞ്ഞത്? എനിക്ക് രഹസ്യം മേലേന്ന് വന്നു, ദൈവം തന്നായിരുന്നു. ആഫ്റ്റർ ഇയേഴ്സ്, വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ കോറസ് ആയിരുന്നു. ട്വിൻ, ഇരട്ട. മെസ്സേജ്, മെസ്സേജിന് മലയാളം സന്ദേശം. എനിക്ക് എവിടെ നിന്ന് ഒരു എന്തോ ദൈവം എന്റെ എവിടെ എനിക്ക് ദൈവം എന്തൊക്കെ ഇട്ട് തരുന്നുണ്ട്. രണ്ടുപേരും വിന്നേഴ്സ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കോംപ്ലിക്കേറ്റഡ് റൗണ്ടാന്ന് പേടിച്ചു. എനിക്ക് ദൈവം എവിടെ നിന്നൊക്കെ 2 സാധനം ഇട്ടതായിരുന്നു. എന്ത്? ഇനി രണ്ടരോടെ കിട്ടി, ഞങ്ങൾ ജയിച്ചല്ലോ. മോളിക്യൂൾ, അണു, മോളിക്യൂൾ അല്ല ആറ്റം, മോളിക്യൂൾ. ഡോക്ടർ, മോളിക്യൂളിന്റെ മലയാളം ഡോക്ടർ അല്ലേ? ഡോക്ടർ. അയ്യോ, മോളിക്യൂളിന്റെ മലയാളം അറിയത്തില്ല. ഒരു മിനിറ്റ്, മോശമാണ് കേട്ടോ. ആലോചിച്ച കിട്ടും. മോളിക്യൂൾ മാൻ എവിടെന്നെങ്കിലും ഇട്ടതാടാ ആരെങ്കിലും. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ പറ. കിസ് മാസ്റ്ററിന് കിട്ടി. അത് ഫസ്റ്റ് ലെറ്റർ പറ. മോഹൻലാലിന്റെ മൂവി. I know. ബ്ലസ്സി സിനിമ. Yes, I know. തന്മാത്ര. Yes. Oh, you call തന്മാത്ര ആണല്ലോ മോളിക്യൂൾ. I don't know. അപ്പൊ what is അണു? അണു, ആറ്റം. Fine. എക്സൈറ്റ്മെന്റ്, ആവേശം. അല്ല. ആകാംക്ഷ. ആണോ? ആവേശം. വൈഫ് ഈസ് എ ഡോക്ടർ. വൈഫ് ഈസ് എ ഡോക്ടർ. വൈഫ് ഈസ് എ വധു ഡോക്ടറാണ്. വൈഫ് ഈസ് എ ഡോക്ടർ. വധു ഡോക്ടറാണ്. അത് ആ കാലത്ത് ജനിച്ചിട്ടില്ലെന്ന് തോന്നി കൊച്ചി. യു വിൽ ഗെറ്റ് ഇറ്റ് ഇഫ് യു സെർച്ച്. യു വിൽ ഗെറ്റ് ഇറ്റ്. അന്വേഷിപ്പിൽ കണ്ടെത്തും. ഇതൊക്കെ പെട്ടെന്ന് കിട്ടി. അന്വേഷിച്ചോണ്ടിരിക്കുക എന്തൊക്കെ കണ്ടെത്താൻ. അവര് വിജയികളായിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ വിജയികളായിരിക്കണം. ഇതൊക്കെ പോണേ, തമാശയൊക്കെ വിട്ട്. DNA റിലീസാണ് 14-ാം തീയതി. ഞങ്ങൾക്ക് അതാണ് മെയിൻ. എല്ലാരും കാണാൻ പോണം, എല്ലാരും കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ആയി അല്ലേ. അപ്പൊ DNA-ക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ വൈബ് ഞങ്ങൾ നല്ല പൊള്ളി വൈബാണ്. എല്ലാം പറഞ്ഞ പോലെ DNA 1 സക്സസ് ആവട്ടെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. എല്ലാരും പടം കാണുക. 14-ാം തീയതി റിലീസാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും അതിൻ്റെ ടെൻഷനും ഒക്കെ ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രൊഡ്യൂസർക്കും ഞങ്ങളുടെ കൂടെ കോർട്ടിസ്റ്റ് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങളുടെ ഡയറക്ടർക്കും ഉണ്ട്. എല്ലാവരും അതിൻ്റെ ടെൻഷനിലാണ്. എല്ലാവരും ചിത്രം കാണുക അല്ലേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം മഴക്കാലമാണെന്ന് പറഞ്ഞ് പടം കാണാതിരിക്കരുത് ആരും. നമ്മൾ എല്ലാ പടങ്ങളും കണ്ട പോലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക്. ഓക്കെ, മൈൽ സ്റ്റോണിന് ഒരുപാട് താങ്ക്സ്.